ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഒരു ജോഗ്രഫി ചാപ്റ്റർ ആയിരുന്നു, വരയ്ക്കാം വായിക്കാം എന്നത്. ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു തുടർച്ച എന്നതുപോലുള്ളൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. 6th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്നതാണ്. അപ്പോൾ പേര് കണക്റ്റഡ് ആണ്, മനസ്സിലായല്ലോ. വരയ്ക്കാം വായിക്കാം എന്നതിന് ശേഷം ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്റർ 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിയും മനുഷ്യ പുരോഗതിയും ഒക്കെ വിളംബരം ചെയ്യുന്ന ഭൂമി സനാഥയാണ് എന്ന കവിത, വയലാറിൻ്റെ ഒരു കവിതയിലെ വരികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂര്യനിൽ നിന്നൊരു ചുടു തീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങിയുണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. ഭൂമി സനാഥയാണ്. രചയിതാവ് വയലാർ രാമവർമ്മ. സൂര്യനിൽ നിന്നടർന്ന ഒരു തീക്കുടം ശൂന്യാകാശമാകുന്ന പൊയ്കയിൽ സരസിൽ വീണ് തണുത്ത് മയങ്ങി ഉണർന്നാണ് ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ പാടിയത്. ഓക്കെ, അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതിനായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ്. ഭൂമിയുടെ അന്തരീക്ഷം, സൂര്യനിൽ നിന്നുള്ള അകലം, ദ്രാവക രൂപത്തിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യം ഇവയൊക്കെയാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഭൂമി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ ആകൃതി, ചലനം, മറ്റു സവിശേഷതകൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചെറിയ രീതിയിലെങ്കിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഭൂമിയുടെ ആകൃതി വരുന്നത്? ഭൂമിയുടെ സവിശേഷമായ ആകൃതിയെ നമ്മൾ വിളിക്കുന്ന പേര് ജിയോയിഡ് എന്നാണ്. ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഈ ആകൃതി ജിയോയിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ്. ഭൂമിയുടെ ആ ഒരു ആകൃതിയെ പറ്റി നേരത്തെ BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ആദ്യമായിട്ട് ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തെയിൽസ് ആണ് ഭൂമിക്ക് ആദ്യമായി ഗോളാകൃതിയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള പൈതഗോറസും അരിസ്റ്റോട്ടിലും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചു. അത് പിന്നീട് കോപ്പർനിക്കസ് ആ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. പിന്നീട് ഭൂമിയുടെ ഒരു ഗോളാകൃതി തിരിച്ചറിഞ്ഞ് ഇറാസ്തോസ്തനീസ് ഒരേ സമയം 2 വ്യത്യസ്ത പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൻ്റെ ചരിവ് മനസ്സിലാക്കിയിട്ട് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് ആദ്യമായി നിർണയിച്ചു. അപ്പോൾ എത്ര പേരായി? തെയിൽസ്, അതിനുശേഷം പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ, കോപ്പർനിക്കസ് സപ്പോർട്ട് ചെയ്തു. ഇറാസ്തോസനീസ് ചുറ്റളവ് കണ്ടെത്തി, അല്ലെങ്കിൽ ചുറ്റളവ് ആദ്യമായി നിർണയിച്ചത് ഇറാസ്തോസ്തനീസ് ആണ്. ഇനി ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സങ്കല്പിച്ച് അത് അച്ചുതണ്ടിൽ, സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്നും പറഞ്ഞത് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്യഭടനാണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മെഗല്ലൻ എന്ന നാവികൻ കപ്പൽ യാത്രയിലൂടെ ലോകം മുഴുവൻ ചുറ്റി ഭൂമിയുടെ ഗോളാകൃതി തെളിയിക്കുകയാണ് ചെയ്തത്. സർ ഐസക് ന്യൂട്ടൻ ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തുകയും ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതും നേരത്തെ പറഞ്ഞതുപോലെ മധ്യഭാഗം അല്പം തള്ളിയതുമായി കാണപ്പെടുന്ന ഒരു പ്രത്യേക സവിശേഷതയാണ് ഭൂമിക്കുള്ളത് എന്നും അത് ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന രീതിയിൽ മധ്യഭാഗം വീർത്തതുമായ ഒരു ആകൃതിയാണ് എന്നുള്ളത് കണ്ടെത്തുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്തത്. സർ ഐസക് ന്യൂട്ടൻ ആണ് പിന്നീട് ഇത്തരത്തിലൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ്. ഗ്ലോബിന് നെടുകയും കുറുകയുമുള്ള രേഖകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് രേഖകൾ? നെടുകയുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ. കുറുകെ വരയ്ക്കുന്നവയാണ് രേഖാംശ രേഖകൾ. അപ്പോൾ നമുക്ക് നോക്കാം. അക്ഷാംശ രേഖകൾ, ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശ രേഖകൾ. ഡെഫിനിഷനാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ, ഇതാണ് ഭൂമധ്യരേഖ, ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുവരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്നവയാണ് അക്ഷാംശങ്ങൾ. സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് ഇവ. അപ്പോൾ ഈ ഒരു പിക്ചറൈസേഷൻ, ചിത്രം 4.1 നോക്കുകയാണെങ്കിൽ നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് കാണാൻ പറ്റും. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണ്? സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആണ് 0 ഡിഗ്രി ഭൂമധ്യരേഖ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന ഈ ഒരു ഭൂമധ്യരേഖ, ഇക്വേറ്റർ. 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ള ലാറ്റിറ്റ്യൂഡ്. ഇതാണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ. ഗ്ലോബിൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശ രേഖകൾ വരച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. എല്ലാ അക്ഷാംശ രേഖകളും ഒരേ വലിപ്പമല്ല, എല്ലാ അക്ഷാംശ വൃത്തങ്ങൾക്കും ഒരേ വലിപ്പമല്ല ഉള്ളത്, കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഭൂമധ്യരേഖയിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും, മുകളിലേക്ക് പോകുന്തോറും അതുപോലെ തന്നെ താഴത്തേക്ക് പോകുന്തോറും, തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴും ഒരേപോലെ തന്നെയാണ്, കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണാം. അക്ഷാംശ രേഖകൾ വരച്ചു നോക്കുന്ന ഒരു മെത്തേഡ് പോലെയൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്തത് നോക്കാം. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം, നദേൺ ഹെമിസ്ഫിയർ എന്നും തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം, സദേൺ ഹെമിസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമധ്യരേഖ അതൊരു സാങ്കല്പിക രേഖയാണ്. ഈ ഒരു സാങ്കല്പിക രേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വേർതിരിക്കുന്നു, ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും. ഓക്കെ, എങ്ങനെയാണ് അക്ഷാംശ രേഖകൾ വരയ്ക്കുന്നത് എന്ന രീതിയിലുള്ളൊരു ആക്ടിവിറ്റിയാണ് നമുക്ക് അടുത്തത് നോക്കാം. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമധ്യരേഖ ഒരു സാങ്കല്പിക രേഖയാണ്. ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി ഭാഗിക്കുന്നുണ്ട്. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം, നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം, സദേൺ ഹെമിസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും 2ആയി ഭാഗിക്കുന്നുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്ലോബ് നോക്കി ഇത് പറയാൻ പറ്റും. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ പ്രധാനമായിട്ടും ഏഷ്യയാണ്. ഏഷ്യ ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുപോലെ യൂറോപ്പ് നമുക്ക് പറയാൻ പറ്റും. യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഇവിടെ ഗ്ലോബിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ പിക്ചറിൽ കാണിച്ചിട്ടില്ല, വടക്കേ അമേരിക്കയാണ് ഉൾപ്പെടുന്നത്. വടക്കേ അമേരിക്ക എന്നിവയൊക്കെ ഉത്തരാർദ്ധഗോളത്തിലാണ് ഉൾപ്പെടുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും ഓസ്ട്രേലിയ, അതുപോലെ അന്റാർട്ടിക്കയും ഉൾപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇനി ഇവയിൽ രണ്ടുമല്ലാതെ 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് പ്രധാനമായും ആഫ്രിക്ക ഉൾപ്പെടുന്നു. അതുപോലെ തെക്കേ അമേരിക്കയും 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ച് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക. ഓക്കെ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് ആഫ്രിക്കയും തെക്കേ അമേരിക്കയും.
ഭൂമധ്യരേഖ അതായത് 0° അക്ഷാംശ വൃത്തത്തിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90° വടക്ക്, 90° തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായും കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് അക്ഷാംശ വൃത്തങ്ങൾ കൃത്യമായ അളവിൽ കുറഞ്ഞ് നോർത്തിലേക്കും സൗത്തിലേക്കും വന്ന് ഏറ്റവും അറ്റത്തെത്തുമ്പോൾ 90° നോർത്തായും 90° സൗത്തായും അവസാനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. 90° വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്നും നോർത്ത് പോൾ എന്നും 90° തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം സൗത്ത് പോൾ എന്നും വിളിക്കുന്നു. ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങളെന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങളെന്നും അറിയപ്പെടുന്നു. 0° ലാറ്റിറ്റ്യൂഡായ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഈ അക്ഷാംശങ്ങളൊക്കെ ഉത്തര അക്ഷാംശങ്ങൾ, ഉത്തരാർദ്ധഗോളത്തിലുള്ള അക്ഷാംശങ്ങളാണല്ലോ, ഉത്തര അക്ഷാംശങ്ങളെന്നും താഴെ ഭാഗത്തുള്ളത്, തെക്ക് ഭാഗത്തുള്ളത് ദക്ഷിണ അക്ഷാംശങ്ങളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ 2 പോൾസ് നമ്മൾ കണ്ടു, നോർത്ത് പോളും സൗത്ത് പോളും. ഇനി ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും നോക്കി ഈ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന, ഈ ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിക്കുകയാണെങ്കിൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. കണ്ടോ, നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ, സൗത്ത് പോൾ ഇവിടെയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അവയെ ചേർത്ത് വരയ്ക്കുന്ന ഈ ഒരു വരയാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് 23.5° ചരിവുണ്ട്. അതാണ് ഇവിടെ മാപ്പിൽ തന്നിട്ടുള്ളത്. ഭൂമിയുടെ അച്ചുതണ്ട്, ഇതാണ് നമ്മളെ അച്ചുതണ്ട് വരുന്നത്. അച്ചുതണ്ട് ഭൂമിയുടെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിന്, ഇതാണ് പരിക്രമണ തലം, ഇങ്ങനെയാണ് ഭൂമി ചുറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 23.5° ചരിവ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 23.5° ചരിവ് വരുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5° ആണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്നാണ് കേട്ടോ. ഇതാണ് ഭൂമിയുടെ പരിക്രമണ തലം. ഈ വയലറ്റ് കളർ, ലാവൻഡർ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഭൂമിയുടെ പരിക്രമണ തലം. അതിൻ്റെ ലംബത്തിൽ നിന്ന്, ഇതാണ് അതിൻ്റെ ലംബം, പരിക്രമണ തലത്തിൻ്റെ ലംബമാണിത്. പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് 23.5° ആണ് ചരിവ്. പരിക്രമണ തലത്തിൽ നിന്ന് 66.5° ആണ് ചരിവ് വരുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവാണ് പറയുന്നത് കേട്ടോ. ഇനി ഈ ഒരു ചിത്രീകരണത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്തോറും ഡിഗ്രി ആക്സിസ് കുറഞ്ഞു വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട അക്ഷാംശ രേഖകൾ ഇതൊക്കെയാണ്. ഒന്ന് 0° അക്ഷാംശ രേഖ, ഭൂമധ്യരേഖയാണ്. രണ്ടാമത് നോർത്തിലേക്ക് വരുമ്പോൾ 23.5° വടക്ക് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 23.5° തെക്ക് വരുന്നത് ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതുപോലെ 66.5° വടക്ക് വരുന്നത് ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ ആർട്ടിക് വൃത്തമാണ്. 66.5° തെക്ക് വരുന്നത് അന്റാർട്ടിക് വൃത്തമാണ്, അന്റാർട്ടിക് സർക്കിളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ 90° തെക്ക് സൗത്ത് പോളും 90° നോർത്ത് പോളുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. പ്രധാന അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണ്? ഭൂമധ്യരേഖ 0° ലാറ്റിറ്റ്യൂഡാണ്. ഉത്തരായന രേഖ 23.5° വടക്കാണ്. ഇനി 23.5° തെക്ക് വരുന്നത് ദക്ഷിണായന രേഖയാണ്. ആർട്ടിക് വൃത്തം വരുന്നത് 66.5° വടക്കാണ്. അന്റാർട്ടിക് വൃത്തം 66.5° തെക്ക്. അപ്പോൾ ഏകദേശം ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ലോഞ്ചിറ്റ്യൂഡ്സ്, രേഖാംശ രേഖകൾ, ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ്.
ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണ് ഇവ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. പ്രധാന രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും. 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ നമുക്ക് 360 രേഖാംശ രേഖകളാണ് വരയ്ക്കാനായിട്ട് സാധിക്കുക. ലാറ്റിറ്റ്യൂഡ്സ് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് രേഖാംശ രേഖകൾ വരയ്ക്കുക എന്നതിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് അടുത്തയിലേക്ക് പോകാം. പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട 2 രേഖാംശ രേഖകളാണുള്ളത്. ഒന്ന് 0 ഡിഗ്രിയും മറ്റേതതുപോലെ 180 ഡിഗ്രിയുമാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. ഈ കാണുന്ന 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും അറിയപ്പെടുന്നു. ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. നമ്മൾ നേരത്തെ പറഞ്ഞു 1 ഡിഗ്രി ഇടവിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 360 രേഖാംശ രേഖകൾ 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖ വരച്ചാൽ 360 രേഖാംശ രേഖകൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേർ ഓപ്പോസിറ്റുള്ളതായിരിക്കും 180 ഡിഗ്രി രേഖാംശ രേഖ. ഇതിനെ ആധാരമാക്കിക്കൊണ്ടാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വരയ്ക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കണ്ടതുപോലെ അതൊരു നേർരേഖയാണോ? അല്ല. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെയാണ്? കറക്റ്റ് ഒരു നേർരേഖ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ 180 ഡിഗ്രി വരച്ചിരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ടാണ് ഈ 180 ഡിഗ്രി രേഖാംശ രേഖയെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സമയം കണക്കാക്കുന്നതിനാണല്ലോ ഇത്. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ ദിവസത്തെ തന്നെ തീയതി മാറി മാറി വരാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ദിനാങ്ക രേഖ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇപ്രകാരം മാറ്റി വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ശരിയായിട്ടുള്ളൊരു നേർരേഖയല്ല എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ. പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായി തിരിക്കാം. നമ്മൾ നേരത്തെ ഇക്വേറ്റർ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിപ്പോൾ പ്രൈം മെറിഡിയൻ ആണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും അതുപോലെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായിട്ട് ഭൂമിയെ ഭാഗിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശ രേഖകളെ കിഴക്കൻ രേഖാംശ രേഖകൾ എന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശ രേഖകൾ എന്നും വിളിക്കുന്നു. ഇനി ഇവിടെ ചുവടെ തന്നിട്ടുള്ള ഈ രാജ്യങ്ങൾ ഏത് ഭാഗത്താണ്, ഏത് അർദ്ധഗോളത്തിലാണ്, കിഴക്കൻ അർദ്ധഗോളത്തിലാണോ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലാണോ ഉൾപ്പെടുന്നതെന്ന് പറയണം. ഇന്ത്യ ഏത് അർദ്ധഗോളത്തിലാണ്? കിഴക്കേ അർദ്ധഗോളത്തിലാണ്. അമേരിക്കൻ ഐക്യനാടുകൾ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലാണ്. ബ്രസീൽ ഉൾപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറ് തന്നെയാണ്, പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലാണ്. ഇന്തോനേഷ്യ കിഴക്കൻ അർദ്ധഗോളത്തിലും ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് പഠിച്ചു, ലാറ്റിറ്റ്യൂഡ്സും പഠിച്ചു. അക്ഷാംശ രേഖാംശ രേഖകളെയാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് ഇത്. ഇതിനെ ഗ്രാറ്റിക്കൂൾ എന്ന് വിളിക്കുന്നു. ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
നമ്മൾ നേരത്തെ പറഞ്ഞു അക്ഷാംശ രേഖാംശ രേഖകളുടെ ഒരു പ്രാധാന്യം വരുന്നത് പ്രധാനമായിട്ടും ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ ലൊക്കേഷൻ എവിടെയാണ്. ഇവിടെ എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് ലാറ്റിറ്റ്യൂഡ്സിനിടയിലാണ് ഇന്ത്യ വരുന്നത്, ഏത് ലോഞ്ചിറ്റ്യൂഡ്സിനിടയിലാണ് ഇന്ത്യ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്ഷാംശ രേഖ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? 8 ഡിഗ്രി വടക്ക് മുതലാണ് അക്ഷാംശ രേഖ. ഇതാ ഇങ്ങനെയാണ് നോക്കുക. 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയുള്ള അക്ഷാംശത്തിനിടയിലാണ് ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം ഉൾപ്പെടുന്നത്. 8 ഡിഗ്രി വടക്ക് മുതൽ 8 ഡിഗ്രി 38 ഡിഗ്രി വടക്ക് വരെ, 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയാണ്. എന്തുകൊണ്ടാ? ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ടാണ് രണ്ടും വടക്ക് എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷനിൽ തരുമ്പോൾ തെക്ക് എന്നൊക്കെ മാറ്റി തരാറുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അക്ഷാംശം എവിടെയാണ്? 8 ഡിഗ്രി നോർത്ത് മുതൽ 38 ഡിഗ്രി നോർത്ത് വരെയാണ്. ഓക്കെ, ഇനി രേഖാംശം എങ്ങനെയാ നോക്കാം? 68 ഡിഗ്രി, ഇത് കണ്ടോ, ഇന്ത്യയുടെ അതിർത്തി വരുന്നത് ഇങ്ങനെയാണ്. 68 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെയാണ്. എന്തുകൊണ്ടാ? ഇന്ത്യ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 68 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ ലൊക്കേഷൻ വരുന്നത്. അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് തന്നിട്ടുള്ളത്. ഏകദേശം 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് രണ്ടും വരുന്നത്, അക്ഷാംശ രേഖാംശ വ്യത്യാസം വരുന്നത് കേട്ടോ. ഇനി മാപ്പ് പ്രൊജക്ഷൻസ് ആണ്. ഭൂപ്രക്ഷേപങ്ങൾ. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സൂക്ഷ്മമായ പഠനത്തിന് ഗ്ലോബ് മാത്രം മതിയാവില്ല. ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ നമ്മളെ സഹായിച്ചത് എന്താണ്? അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ്. ഇത് ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂടാണ്. ഈ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ്. ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ്? പരന്ന പ്രതലത്തിലാണ്. ഉരുണ്ടതായിട്ടുള്ള ഗ്ലോബിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള സവിശേഷതകളെ പരന്ന മാപ്പ് പോലെയുള്ള ഒരു പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് എങ്ങനെ ഭൂപടം നിർമ്മിക്കാനായിട്ട് പറ്റും? അത് ഇതുപോലെ ഇങ്ങനെ ആക്കിയാൽ പറ്റുമോ? ഇല്ല. അപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം വരുന്നത്. ഗ്ലോബിനെ പരന്ന പ്രതലമാക്കി മാറ്റിയപ്പോൾ ധ്രുവപ്രദേശങ്ങളും മറ്റ് വൻകരകളും മുറിഞ്ഞു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വികലമായ ഭൂപടമായിരിക്കും കിട്ടുക. ഗ്ലോബിനെ ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഗോളാകൃതിയിലുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിലുള്ള അപാകതകളില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാൻ പറ്റും എന്ന സാഹചര്യത്തിലാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതം ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞു വന്നത്. മാപ്പ് പ്രൊജക്ഷൻസ് ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിലുള്ള അപാകതകളൊന്നും തന്നെ ഇല്ലാതെ പരന്ന പ്രതലത്തിലേക്ക് പകർത്തി വരയ്ക്കാൻ സഹായിക്കുന്ന സങ്കേതമാണ് ഭൂപ്രക്ഷേപങ്ങൾ അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻസ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഗ്രാറ്റിക്യൂളിനെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി. അപ്പോൾ എന്താണ് ഭൂപ്രക്ഷേപങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്? അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളും
ഭൂതല സവിശേഷതകളും പകർത്തി വരയ്ക്കുന്ന അല്ലെങ്കിൽ പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്ന രീതിയാണ് പരമ്പരാഗത രീതിയായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ചിത്രീകരണമാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഈ ജാലികയെ പരന്ന പ്രതലത്തിലേക്ക് വരച്ചെടുക്കുന്ന സമയത്ത് അക്ഷാംശ രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ രേഖപ്പെടുത്തിയ ശേഷം അവയെ അടിസ്ഥാനമാക്കി ഭൂഖണ്ഡങ്ങളോ രാജ്യങ്ങളോ വരച്ചു ചേർത്ത് ഭൂപടം നിർമ്മിക്കാവുന്നതാണ്. ഈ രീതിയിൽ ഭൂമിയിലെ ഏതു പ്രദേശത്തിൻ്റെയും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി ആ പ്രദേശത്തിൻ്റെ ഭൂപടം നിർമ്മിക്കാനായിട്ട് കഴിയും. വ്യത്യസ്ത ആകൃതിയിലുള്ള പ്രതലങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. പ്രതലം, പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാനായി കഴിയും. പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ 3ആയി തരംതിരിക്കുന്നുണ്ട്. അതായത് ഭൂപ്രക്ഷേപങ്ങൾ പ്രധാനമായും 3 തരത്തിൽ പറയാം. പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത് സിലിണ്ടറിക്കൽ പ്രക്ഷേപം, സിലിണ്ടറിക്കൽ പ്രൊജക്ഷനാണ്. രണ്ടാമത് ശീർഷതല പ്രക്ഷേപം. മൂന്നാമത് വരുന്നതാണ് കോണിക്കൽ പ്രക്ഷേപം എന്നത്. ഒന്നാമതായിട്ട് സിലിണ്ടറിക്കൽ പ്രക്ഷേപം നോക്കാം. സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ പിക്ചറൈസേഷനിൽ തന്നിട്ടുള്ള പോലെ തന്നെ നോക്കാം. സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂസവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചു. അതിനെ ആവരണം ചെയ്ത് സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പ്രതലം വെച്ചിരിക്കുന്നു. ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശ ജാലിക പകർത്തുന്നു. ഇതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഈ ഭൂപ്രക്ഷേപം എന്ന് പറയുന്നത്. സിലിണ്ടറിക്കൽ പ്രക്ഷേപം ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള കൃത്യതയാർന്ന ഭൂപട നിർമ്മാണത്തിനായിട്ട്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള രേഖകളൊക്കെ കിട്ടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലായിരിക്കുമല്ലോ. ഈ പിക്ചറിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. അങ്ങനെ ലഭിക്കുന്ന ഭൂപടമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്തതാണ് ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ, സുതാര്യമായൊരു ഗ്ലോബിൻ്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ് വെച്ചിട്ട് മുകൾ ഭാഗത്താണ് പരന്ന പ്രതലം വെക്കുന്നത്. ഇതുപോലെ പരന്ന പ്രതലം വെക്കുന്നത് മുകൾ ഭാഗത്താണ്. പ്രകാശ സ്രോതസ് തെളിക്കുമ്പോൾ മുകളിൽ വെച്ചിട്ടുള്ള പ്രതലത്തിൽ ആ പ്രദേശത്തിൻ്റെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക തെളിയുന്നു. ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക ഒരു പരന്ന പ്രതലത്തിൽ തയ്യാറാക്കുന്നു. അതായത് സ്ഥാനം ഒന്ന് മാറുന്നു എന്നുള്ളതാണ്. ശീർഷതലത്തിലാണ് വരുന്നത് പ്രൊജക്ഷൻ വരുന്നത്. സെനിതൽ പ്രൊജക്ഷനാണ് ശീർഷതല പ്രക്ഷേപം വരുന്നത്. ഈ ഒരു ആകൃതിയിലാണ്. അപ്പോൾ അത്തരത്തിൽ പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിക്കുന്ന ഭൂപടം ഇതുപോലെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ വിഭാഗമാണ് കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി വരയ്ക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം. അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ പ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നു. മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനായിട്ടാണ് കോണിക്കൽ പ്രക്ഷേപം ഉപയോഗിക്കുന്നത്. ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതുപോലെയാണ് വരച്ചെടുക്കുന്നത്. കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടമാണ് ഇത്. അപ്പം നമ്മൾ 3 തരത്തിലുള്ള പ്രക്ഷേപങ്ങൾ കണ്ടു, 3 തരത്തിലുള്ള പ്രൊജക്ഷൻസ് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആശയം വെച്ചിട്ട് നമുക്കിതൊന്ന് പൂർത്തിയാക്കിക്കൂടെ? ഏതൊക്കെയായിരുന്നു 3 തരത്തിലുള്ളത്? ഒന്ന് സിലിണ്ടറിക്കൽ പ്രക്ഷേപമായിരുന്നു, രണ്ടാമത് ശീർഷതല പ്രക്ഷേപമായിരുന്നു, മൂന്നാമത് കോണിക്കൽ പ്രക്ഷേപമാണ്. ഓക്കെ, സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാ? പ്രക്ഷേപതലം
സിലിണ്ടർ ആകൃതിയിലുള്ളതായിരുന്നു പ്രക്ഷേപ തലം എന്ന് പറയുന്നത്. അതുപോലെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? പൊതുവെ ഭൂമധ്യരേഖ പ്രദേശത്തിന്റെ ഭൂപട ചിത്രീകരണത്തിനായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് വരുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്, പ്രക്ഷേപതലം പരന്നത്. അത് ഏത് പ്രക്ഷേപമായിരുന്നു? അതാണ് ശീർഷതല പ്രക്ഷേപമാണ് പ്രക്ഷേപതലം പരന്നിട്ടുള്ളത്. മറ്റേത് കോണിക്കലല്ലേ? അതെ. പൊതുവെ ധ്രുവ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായിട്ടാണ് ശീർഷതല പ്രക്ഷേപം ഉപയോഗിക്കുന്നത്. മൂന്നാമത് പറഞ്ഞത് കോണിക്കൽ പ്രക്ഷേപമാണ്. കോണിക്കൽ പ്രക്ഷേപം. പ്രക്ഷേപതലം കോണാകൃതിയിലാണ്. പൊതുവെ മധ്യരേഖാംശ പ്രദേശങ്ങളുടെ ഭൂപട ചിത്രീകരണത്തിനായിട്ടാണ് കോണിക്കൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഭൂപ്രക്ഷേപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന് ഭൂപ്രക്ഷേപങ്ങളെ കൂടാതെ ഗണിതശാസ്ത്ര സങ്കേതവും ഉപയോഗിക്കുന്നുണ്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൂക്ഷ്മതയും കൃത്യതയും നിലനിർത്തി ഇന്ന് ഭൂപടങ്ങൾ നിർമ്മിച്ചു വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാങ്കേതിക വിദ്യയാണ് ജിസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ള ഒരു കുറിപ്പ് പോലെയാണ് തന്നിട്ടുള്ളത്. നോക്കാം. നഗരസഭയിൽ GIS മാപ്പിംഗ് പദ്ധതിക്ക് തുടക്കം. വിവരശേഖരണത്തിന് കൂടുതൽ കൃത്യതയും വേഗതയും ശാസ്ത്രീയതയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഭൂവിവര വ്യവസ്ഥ GIS ഉപയോഗപ്പെടുത്തി നഗരസഭയുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് തുടക്കമായി. അപ്പോൾ എന്താണ് ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ GIS? ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ജിസ് എന്താണ്? ഭൂവിവര വ്യവസ്ഥയാണ്. ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും അവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ എന്താണ് ജിസ് എന്ന് പറയുന്നത്? ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുന്നു, വിശകലനം ചെയ്യുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. അതുകൂടാതെ അവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ തുടങ്ങിയ രൂപങ്ങളിലാക്കി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സംവിധാനമാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ജിസ്, ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളാക്കിയിട്ട് ഈ ജിസ് സംവിധാനത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കിയിട്ടാണ് അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം എന്നീ മേഖലകളിലൊക്കെ തന്നെ ഈ സാങ്കേതികവിദ്യ, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജിസ് എന്ന് പറയുന്നത്. ഇത്രയധികം പ്രാധാന്യമുള്ളതാണ് ഈ ജിസ്. ഇത് എന്തൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത് നോക്കി വെച്ചോളാം കേട്ടോ. അതുകൂടാതെ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. നിത്യജീവിതത്തിൽ ഭൂവിവര വ്യവസ്ഥ ജിസ് ഉപയോഗപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറയാം നമുക്ക്. ഗതാഗത കുരുക്കുണ്ടാവുന്ന സന്ദർഭങ്ങളിൽ ബസ്, ട്രെയിൻ എന്നിവയുടെ നിലവിലെ സ്ഥാനം അറിയുന്നതിന് ജിസ് യാത്രികരെ സഹായിക്കാറുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രകൃതി ദുരന്ത നിവാരണം എന്ന്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൃത്യതയും സൂക്ഷ്മതയും നൽകുന്നതിന് ഈ ഒരു ജിസ് സാങ്കേതികവിദ്യ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്.
അതുകൂടാതെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിന്റാണ് യാത്രാ വിമാനങ്ങളുടെ നിലവിലെ സ്ഥാനം, യാത്രികൻ നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന സമയം, ഇതൊക്കെ മുൻകൂട്ടി അറിയാനായിട്ട് ജിസ് സാങ്കേതികവിദ്യ ഹെൽപ്ഫുൾ ആണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. എന്നാലേ കൃത്യമായിട്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശു ഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഗോളാകൃതിയുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. 3 തരത്തിലുള്ള പ്രൊജക്ഷൻസ് ഒക്കെ വെച്ച് നമ്മൾ കണ്ടതാണ്. നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളിൽ ശരിയായ ഭൂപട വായനയും അത്യാവശ്യമാണ്. ഇത്തരത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങൾ തരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് സൂക്ഷ്മമായി പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ട് സാധിക്കാറുണ്ട് അല്ലേ. അങ്ങനെ ഭൂപട വായനയുടെ ശരിയായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് പഠിച്ച ശേഷം ഈ തുടർ പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. എളുപ്പത്തിലുള്ളതാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അതിൽ ഇതുപോലെ കൊടുത്തിട്ടുള്ള ജപ്പാൻ, ശ്രീലങ്ക, ഓസ്ട്രേലിയ എന്നിവയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടവയല്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് കുറച്ചുകൂടെ പരിചയപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ പ്രധാനമായിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണ്? ഭൂമധ്യരേഖയാണ്. നമ്മൾ പഠിച്ച പോയിന്റ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇതൊന്ന് ചെക്ക് ചെയ്യുക. എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ, ഓർത്തെടുക്കാൻ, അതുപോലെ റിവൈസ് ചെയ്യാനൊക്കെ ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് എളുപ്പമായതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു തരാത്തത്. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ എളുപ്പത്തിലുള്ളൊരു ചാപ്റ്ററും കൂടി ആയിരുന്നു. ചെറിയ പാഠഭാഗമാണ്, ചെറിയ ക്ലാസ്സിലെ ചെറിയ പാഠഭാഗമാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.